സൂപ്പറായി. തുറക്കെങ്കിലോ അടിപൊളി ഇരുപടി നല്ല മണം നോക്കിയേ. ഇങ്ങനെയാണ് പണിയെടുക്കാം കേട്ടാ. അടിപൊളി നല്ല രസമുണ്ട്. അടിപൊളി ചക്ക. ടോമൻ ചെറിയിലത്തെ ടോമൻ ഇറച്ചി കഷ്ണം കൊടുക്കില്ലേ, അതുപോലത്തെ സാധനം പോയില്ലേ. അത്യുന്നതകളിൽ ദൈവത്തിന് സ്തുതി. ആ പട്ടമര കിടക്കുന്നു നോക്കിയേ. ഒരു നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതല്ലേ. നമ്മളേ നമ്മുടെ അല്ലാണ്ട് അവിടേക്ക് പോവാണ് കേട്ടാ. അപ്പോൾ അതായത് നമ്മുടെ കറുപ്പയ്യ അണ്ണൻ വരുന്നുണ്ട്. അണ്ണൻ പറയണേ, അണ്ണൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. അണ്ണൻ ഇവിടെയൊക്കെ നമ്മുടെ അവിടെ പണിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അണ്ണൻ ഈ സാധനം കണ്ടപ്പോൾ പറയല്ലേ, നമ്മുടെ ഈ വേലി ഇത് കണ്ടപ്പോൾ പറയാ സൂപ്പർ എന്ന് പറഞ്ഞോടത്തെ. സൂപ്പറായി. നീ സൂപ്പറായി. പിന്നെന്തിട്ട് പറഞ്ഞ നല്ല റെഡിയാക്കി. പുറത്തുനിന്നുള്ള പുറത്ത് നല്ല റെഡിയാക്കി. നല്ല ഇരുമ്പ് ദിപ്പനെ പറഞ്ഞിട്ടാ പുറത്തുനിന്നുള്ള പട്ടികള് പുറത്തിന്റെ പട്ടി ഉള്ള പോലെ കേരള. പുറത്തിന്റെ പട്ടി ഉള്ള കേരള. അടിപൊളി ഉണ്ടല്ലേ. അടിപൊളി കണ്ട അണ്ണന്റെ അഭിപ്രായം കണ്ട അടിപൊളി ഉണ്ടെന്ന്. നല്ല നീറ്റ് അതിന്റെ അണ്ണനിപ്പോ നാളെ റോഡ് വൃത്തിയാക്കുന്നത് അണ്ണനാണ്. കണ്ടാ നോക്കിയാ റോഡ് കണ്ട നമ്മൾ കണ്ട. അപ്പൊ നീറ്റ് ആക്കണ പരിപാടി. അണ്ണന്റെ തമിഴ്നാട്ടിലായിരുന്നു. ഇന്നലെ വന്നല്ലോ. 10 ദിവസം അവിടെ 10 ദിവസം അവിടെ പോയിരുന്നു. പൊങ്കലൊക്കെ ആഘോഷിച്ചാ? ഇപ്പൊ പോയി. പോയി. അവര് സ്വർണ്ണ അടവ് വെച്ച്. സ്വർണ്ണ ബാങ്കിലാണ് ഡേറ്റ് മുടിஞ்சു. അയ്യോ அதுக்கு போய் நான் 15,000 வட்டி கட்டி மாற்றி வச்சேன். പുതുക്കി വെച്ചു. പുതിച്ചു വെച്ചു. സ്വർണത്തിന് അവിടെ എന്താ 70,000 പൈസ കൂടായി. വിലയൊക്കെ കണക്കന്നെ അവിടെയും ഇവിടെയും. അത് വന്ന് KDM സ്വർണം ഒറിജിനൽ 916 916. അപ്പൊ അണ്ണൻ നാളെ പൊരിക്കും. ഞങ്ങളാണെങ്കിൽ അല്ലാണ്ട് അവിടേക്ക് ഇത് ജഗ് വേണ്ട ഉന്ത് വണ്ടി കൊണ്ടു. അപ്പൊ ശരി അണ്ണാ, നാളെ കാണാം. നാളെ പാക്കലാം. ഇത് നാളെ എന്ന് പറയുന്നത് എന്താ പറയാ? നാളെ ഇൻട്ര് എന്ന് പറയാ. നാളെ ഇൻട്ര് എന്ന് പറയാ. നാളെ മറ്റന്നാളെന്ന് പറയും. നാളെന്ന് പറയാം. ചേച്ചി പറയണേ. അതെ. പാണ്ഡ്യന്റെ അളിയനല്ലേ, അളിയന്റെ ഭാര്യ വീടുണ്ടാക്കിയ പാണ്ഡ്യണ്ണന്റെ ആ ഭാര്യ ഇപ്പൊ വീടുണ്ടാക്കിന്ന്. വീടുണ്ടായിരുന്നില്ലേ? അപ്പൊ വീട് ഒരു ചിന്ന വീടാണ്. വീട് പോലെ ഓടച്ചെട്ട് 2 സെറ്റ് ഉണ്ട്. നമ്മുടെ പാണ്ഡ്യണ്ണനെ നമ്മുടെ വീട്ടിൽ പണി നടന്ന പാണ്ഡ്യണ്ണല്ലേ, നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ പണിയാനായിട്ട് ഇത് ചെയ്യുന്നത് ഇവിടെ വൃത്തിയായില്ല. പാണ്ഡ്യണ്ണന്റെ അളിയനാണ് കേട്ടോ കറുപ്പയ്യണ്ണൻ. കറുപ്പയ്യണ്ണൻ ഇപ്പൊ ആ കാര്യം പറയണ പാണ്ഡ്യണ്ണന്റെ വീട് കുഞ്ഞി വീടായിരുന്നു. ഇപ്പൊ ഞാൻ തമിഴ് പഠിച്ചുട്ടാ. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് പണിതു. സൂപ്പറായി. ഇപ്പൊ വന്ന് ഒരു 7 ലക്ഷം വരും. 7 ലക്ഷത്തിന്റെ വീട് പണിതു അല്ലേ? എവിടെയാ? മക്കള് ജോലിക്ക് പോയി തുടങ്ങിയ? മക്കളെല്ലാം ജോലിക്ക് മില്ലിക്ക് പോണ്ട്. മില്ല് നൂല് മില്ല്. ദിണ്ടിഗിലെ സ്ഥലം. ഒരാള് കല്യാണം കഴിച്ചു. അല്ല, പാണ്ഡ്യണ്ണന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞില്ലേ? ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. കുളന്തായിരുന്നപ്പോ കഴിച്ചു. അവർക്ക് ഇല്ല നല്ല ചെറുപ്പത്തിൽ കല്യാണം പഠിച്ചു. ഞാൻ ரொம்ப ലേറ്റ് മേരച്ചാ. ரொம்ப ലേറ്റ്. എന്റെ മോള് ഇപ്പൊ ഫസ്റ്റ് ഇയറാ. അതെ കോളേജ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അണ്ണന് എത്ര വയസ്സായി? എനക്ക് 60 വയസ്സായി. വയസ്സ് കൂടുതലായി. ഞാൻ നമ്മ പാട് തീരലയാ, ഉழைപ്പ് തീരലയാ. അപ്പൊ ശരി. അപ്പൊ നാളെ പാക്കലാം. അപ്പൊ ശരി. തുറക്കെങ്കിലോ? ഞാൻ തമിഴ് പഠിച്ചു. തുറക്കെങ്കിലോ ചേട്ടാ മലയാളം തന്നെ കറക്റ്റ് അല്ല പറയണത്. അതായത് അല്ലാണ്ട് അവിടേക്ക് നമ്മൾ പോകണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കുറുപ്പയ്യണ്ണനെ നമ്മുടെ അരുങ്കോക്ക് കുറേ ചക്ക ഇവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അടുത്തത് അത് കൊണ്ടുപോയിട്ട് നമ്മൾ വരട്ടാൻ പോവാണ്. ആദ്യത്തെ ചക്ക വരട്ടില്ലേ. ഇപ്പം ചക്ക വരട്ടേണ്ട ടൈമല്ല. ഇപ്പോൾ ആളുകൾ ചക്ക വരട്ടില്ല, ചക്ക വെട്ടി തിന്നുക എന്നുള്ളതാണ് ഇപ്പോഴത്തേത്. പക്ഷേ നമുക്കിത് മുഴുവൻ വെട്ടി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഫസ്റ്റ് ചക്കാട്ടാ ഇവൻ നല്ലൊരു തൂക്കണ്ട് കേട്ടാ. ഒരു 10-18. അടിപൊളി നല്ല മണം നോക്കിയേ. കണ്ട അതിന്റെ ആ ചക്ക ഞാൻ കഴിഞ്ഞിട്ടെന്ന് അറിയില്ല ചേട്ടാ. ഇതൊക്കെ എടുത്തോ. ഇതിന് തീ അണ്ണാർക്കണ്ണന്മാര് മോഞ്ചി മാന്തി അല്ല ഞാൻ തമിഴ് പഠിക്കും. ഇതൊരെണ്ണം. അപ്പൊ നമുക്ക് പോവാ.
ചാർലിക്കും ഇവരിനും ഇവിടെ ഒരു എന്താ പറയാ കാരാഗ്രഹം പോലെ പെട്ടെന്ന് തേട്ടി നേറിയതലേക്ക് പെട്ടെന്ന് തേട്ടി പെട്ടെന്നേ നെറിയും തലയിൽ തേട്ടല് അതല്ല തല അവിടെ നിന്ന് നിർത്തി തലയിൽ 2 തട്ട് തട്ടിയത് ഞാൻ അടച്ചോ അടക്കി നിലവിളി തുടങ്ങുക അവ രണ്ടുപേരും ഇപ്പൊ പറയടാ ഞങ്ങളത് ഇവിടെ ഉണ്ട് കുന്തണ സരിക്ക് ഒരു വെറുതെ നോക്ക് ഒരു പരിശീലനം നടത്തുക നോക്കിയ എന്തിരിക്കുക കൈക്ക് ബലം കിട്ടും വിരലുകൾക്കൊക്കെ ബലം കിട്ടും കണ്ടാ ഇങ്ങനെയാണ് പണിയെടുക്കുക കണ്ടാ അടിപൊളിയില്ലേ നീ ഞാനെന്താ നീ അടച്ചോ കണ്ടാ ഇപ്പോൾ വലിച്ചപ്പുറത്തുണ്ട് വാ ഈ മാവിലത്തെ മാങ്ങണ്ടാ വാണ്ട മാങ്ങിയ ദേവരെ വീണെടുത്ത് നോക്കിയ പാണ്ടാൻ കണ്ടാ ഇന്റർലോക്ക് വിരിച്ചതിന്റെ ഉള്ളിൽ കൂടെ മറ്റേ തുളസി ഉണ്ടായിട്ട് നിക്കണ നോക്കിയേ ഞങ്ങള് ചക്കയായിട്ട് ഇപ്പളാ വരുന്നത് കേട്ടാ വിറകൊക്കെ എടുത്ത് തുടങ്ങിയല്ലേ ചേട്ടൻ വിറകൊക്കെ എടുത്ത് തുടങ്ങിയാ ഉണ്ണി സൈക്കിൾ മാറ്റിയേ ഒക്കെ ഒരുമിച്ച് എടുത്തേ ഒരെണ്ണം ചീഞ്ഞാവോ അണ്ണാറകണ്ണൻ ഓട്ടേക്ക് അവിടെ തലയ്ക്ക് മാർക്ക് നേരം സമയം വൈകുന്നേരം 5:45 അപ്പോൾ ഞങ്ങളിന്ന് പച്ചത്തക്കേ അല്ല പച്ചത്തക്കി അതെ മറ്റേ പറയില്ലേ ഇങ്ങനെ പച്ച തണ്ണി നിങ്ങൾ ഓരോന്നോരോന്ന് കൊണ്ടുവരുമ്പോഴേ മുറിക്കാൻ പോവാ ഈ ചക്ക എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ചേട്ടാ ഇതില്ലേ അല്ല ചോള ഉണ്ടാവട്ടെ ഇത് വേറെ ടൈപ്പ് ചക്കിയാന്ന് പറഞ്ഞു അല്ലേ അത് തന്നെയാന്ന് തോന്നുന്നു അല്ല അതും ഉണ്ടനല്ലേ ഇത് നീളണല്ലേ ഇതെങ്ങനെയുണ്ട് നോക്കാം നമുക്ക് അന്ന് നമ്മളേ ചക്ക ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 2 ദിവസം മുന്നേ ചക്ക കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചുള പറിച്ച് എല്ലാവരും വയറ് നിറച്ച് തിന്നു നല്ല രസമുണ്ട് അടിപൊളി ചക്ക അരുൺ കോക്കു നിന്നെ ഞങ്ങൾ സ്മരിക്കുന്നു ഈ അവസരത്തില് അടിപൊളി ചക്ക അപ്പോ നമ്മള് 4 പേരും കഴിച്ച് 4 പേരല്ല ജഗ്ഗു അടക്കം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നു ആ ബാക്കിയുള്ളത് ആ കഷ്ണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചീയും അതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി ഇവിടെ ഇരുന്നിട്ട് അത് ചുള പറിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് അത് കൊണ്ടുപോവുക ചെയ്തേ പക്ഷേ ആളുകൾ വിചാരിച്ചു ഇങ്ങോട്ട് ചക്ക കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച് നമ്മളിവിടുന്ന് ചുള പറിച്ചൊക്കെ കൊണ്ടുപോയി ഭയങ്കര മോശം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് അപ്പോൾ എന്തായാലും വരട്ടാനായിട്ട് ഇങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ അപ്പം അത് കൊണ്ട് വരാമെന്നാ വിചാരിച്ച പക്ഷെ അത് പിറ്റേ ദിവസം ചേട്ടൻ എടുത്ത് തിന്ന് അവസാനിപ്പിച്ചു എന്ന് മാത്രം അതിനത് ബാക്കി ഉണ്ടായില്ല അതിന്റെ കളറ് വേറെ അതിന്റെ ഇത് ചോദിച്ചിട്ടുണ്ട് ചക്കക്കുരു ആണെന്ന് രാജലക്ഷ്മി ചേച്ചിക്ക് അത് കണ്ടിട്ട് തേൻ വരികയാണെന്ന് തോന്നുന്നു അത് കാരണം നല്ല മൂത്ത കുരു എടുത്ത് വയ്ക്കാൻ പറഞ്ഞു ചക്കയുടെ അതിലുള്ള കുരുവിനല്ലേ പറ്റുള്ളൂ അല്ല വേറെ ചക്കകളുണ്ടല്ലോ ആ വരുന്ന ആള് അപ്പോൾ ഞങ്ങൾ ചക്ക പറക്കിലാണ് ആദ്യത്തെ പരിപാടി ഇത് വേഗം കഴിയും നമ്മൾ ഇത്രയും പേരില്ലേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് കാലത്ത് വരാൻ പറ്റിയില്ല ചേട്ടാ ഈ വീണ സൈഡ് എടുത്തിരുന്ന് ചതഞ്ഞിട്ടുണ്ട് കേട്ടാ അതെ എടുക്കണ്ട എവിടെ പൂരം അല്ല ചേട്ടാ പൊട്ട് ചേട്ടൻ പറയാറുള്ള ഫ്ലാറ്റിന്റെയാ അതിന്റെ പിന്നില് അതിന്റെ അത്രക്കില്ല അല്ല അത് മുറിക്കാൻ പോണല്ലോ മധുരണ്ട് ഇതിന് കളറ് അതിനും നല്ല മഞ്ഞപ്പായിരുന്നു അത് മുറിക്കാൻ പോണല്ലോ നീ അങ്ങനെ ഞങ്ങൾ പറക്കിട്ട് തുടങ്ങി
ഇത് ഈ പീസ് കാണുമ്പോഴേക്ക് നമ്മുടെ ടോമൻ ചെറിയിലത്തെ ടോമന് ഇറച്ചി കഷ്ണം കൊടുക്കില്ലേ, അതുപോലത്തെ സാധനം പോയില്ലേ, ചിലത് പറഞ്ഞിട്ട് ഞങ്ങളുടെ അലുവ നാശാവോ ചെറിയും അതുപോലത്തെ പീസ് പോലില്ലേ. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെത്തി കൊടുക്കുന്നില്ലേ, ചെറിയൊരു പീസ് മറ്റവനുള്ള പങ്ക് വെച്ച് കൊടുക്കണോ. ആര് ജെറിക്കുള്ളതേ. ആ ജഗ്ഗു ഞങ്ങളുടെ പോയി അവിടെ ആരും ഇല്ല. പിന്നെ കണ്ട എന്നെ മാത്രം കൊതു കടിക്കുന്നു. ഡാ അമ്മയുടെ പുറത്ത് കൊതു കടിക്കുന്നുണ്ട്. ഒന്ന് അടിച്ചു കൊന്നതിനെ ഒരു കൊതു ഇവിടെ ഇരിക്കട്ടാന് കുറച്ച് സമയം ഈ വീണ സൈഡ് പുറത്തേക്ക് കൊതുവിനടിക്കാൻ നിന്നോളാം. ഇതിപ്പോ ഒരു ഉരുളിക്കുള്ള തന്നെയുള്ളോട്ടാ എല്ലാം കൂടി നമ്മളേ. ചക്ക വേണോ? ചക്ക പഴുത്തത് മറ്റേത് അടിപൊളി. ഇത് നല്ല രസമുണ്ട് കഴിച്ചു. ഇതൊന്നും അല്ല മറ്റേ വേണ്ട ചക്ക. ചവണീന് ഞാൻ കൊറേ തിന്നേ. നീ നോക്കട്ടാ, നീ വന്നപ്പോ കൊതു അങ്ങോട്ട് മാറി നോക്കട്ടാ. പണ്ട് കാലത്ത് ഈ സമയത്തായിരിക്കും നമ്മൾ പാടങ്ങളൊക്കെ കൊയ്ത് നമ്മൾ ഈ ഗ്രൗണ്ടുകളൊക്കെ സെറ്റായിട്ടുണ്ടാവും. പാടങ്ങൾ കണ്ടങ്ങളൊക്കെ ശരിയായിട്ട് പന്ത് കളിക്കാനൊക്കെ നാടൻ പന്ത് കളിയും ഇതിനൊക്കെയുള്ള ഇത് സെറ്റായിട്ടുണ്ടാവും. നമ്മൾ കളിക്കാൻ പോകാനുള്ള ടൈമായിരിക്കും ഈ സമയങ്ങളിലൊക്കെ. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ വൈക്കോല് ഉണക്കി തുറുടുക അല്ലേ. ഇങ്ങനെ ഈ തെങ്ങിൻ്റെ ഉയരമുള്ള തുറുടും ഒരു ഇത് വെച്ചിട്ടേ നടുവിൽ വലിയൊരു മുളക് കുഴിച്ചിടും. എന്നിട്ട് അതിൻ്റെ ചുറ്റും വൈക്കോല് ഇങ്ങനെ കുത്തി അമർത്തി ഇങ്ങനെ വട്ടത്തിൽ അമർത്തി കയറി ഇങ്ങനെ ഒരു തുറു വെക്കും. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ സമയത്താണ് എല്ലാവരും കളിക്കാനായിട്ട് പാടത്തേക്കൊക്കെ വരാം. ആ സമയത്താവും അമ്മ നമുക്ക് മാത്രം പണിയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഈ വൈക്കോല് തുറു സെറ്റാക്കണ്ടേ. കണ്ടമാനം ഉണ്ടാവില്ല വൈക്കോല് പശുക്കൾക്ക്. അല്ലാന്ന് അതുപോലെ ഇപ്പോഴത്തെ ജഗ്ഗുവിൻ്റെ കാര്യങ്ങളേ അതെല്ലാം അവർക്ക് ഇപ്പം കളിക്കാനായിട്ട് സമയത്താണ്. ഈ സമയത്താണ് ഈ ചക്കര ഇതിനായിട്ട് നമ്മൾ പിടിച്ചു നിർത്തുന്നതെന്ന് പറയാം. മനസ്സിലായ അല്ല ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ക്രാങ്ങളെ വിളിക്കണതിൻ്റെ ദേഷ്യം വരും അവർക്ക്. നമുക്കും ദേഷ്യം വരും. തേങ്ങ പറയും. 2 പണി നടക്കണം. തിന്നലും നടക്കണം, പറിച്ചിട്ടുള്ളൂ. ഞാൻ ഇതധികം തിന്നില്ല. മറ്റേ അമ്മയ്ക്ക് പഠിക്കാം. ഇത് കാണുമ്പോൾ കുറേ പേർക്ക് കൊതി വരുന്നൊക്കെയും. പിന്നെ ആളുകൾക്ക് ചക്ക കിട്ടാതെ വരില്ലേ. അരുൺകോക്ക് ആറ് വീട്ടിൽ ചക്കണ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് അടുത്ത കൊല്ലം ഉണ്ടാവാണ്ടിരിക്കും. അല്ല ചേട്ടൻ പിന്നെ ഇനി ചാക്ക വൃത്തിയാക്ക മുളഞ്ഞീനൊക്കെ എങ്ങനെ കളയാ? ചാക്കുമ്പോ മുളഞ്ഞീനാവണല്ലേ, അതെങ്ങനെ കളയണേ? ഇത് കുഞ്ഞി ചക്കാട്ടാ. ഇതിൻ്റെ ഒരു സൈഡിന് പോയിട്ടുണ്ട്. പഴുത്തുണ്ടെന്ന് അറിയാം. ഇത് മൂപ്പ് കണ്ട, ഇത് മൂപ്പത്ത സാധനം. ഇത് വേണ്ട, ഇത് മൂപ്പത്തത് കണ്ട ആയിട്ടില്ല. കണ്ട പച്ച കണ്ട പച്ച കളറായിട്ടുള്ളതാ. ഇതായിട്ടില്ല ചേട്ടാ. അപ്പം ഞങ്ങൾ കുറെ നാശമായി. ഒരു ഡവറിയും ഈ ഡവറിയും കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ ചക്കിൻ്റെ ദൈവമേ ഞാൻ അവസാനിച്ചു വിചാരിച്ചിട്ടാ. കണ്ടമാന ചക്ക ഇത് വരട്ടിയിട്ട് ഇതൊക്കെ കൂടി എന്ത് ചെയ്യും ദൈവമേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചല്ലോ. പക്ഷേ 2 ചക്ക ഏതാണ്ട് കംപ്ലീറ്റ് ചീഞ്ഞു പോയി. അടിഭാഗം ചീഞ്ഞിരിക്കുക. അതിങ്ങനെ ഇട്ടപ്പം ഇങ്ങനെ കെട്ടിയിറക്കിയേക്കല്ല, വന്ന് വീണേക്കണ ഭാഗമല്ലേ അതിങ്ങനെ ഇതായിട്ട്. അപ്പോൾ കുറേ അങ്ങനെ പോയി. അപ്പോൾ ഇതേ കണ്ട ആയിരിക്കണ ചക്കയും ഇതുള്ളൂ, ഇത്ര ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പറയും ഞങ്ങളുടെ കൊതിനെ അത് ചെയ്യാൻ കാരണം എന്ന് പറയും. ഇതായിട്ടില്ല ചേട്ടാ. നീ വെട്ടിയത് അതിന്റെ മണം ഞങ്ങൾക്ക് പിടിക്കാൻ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇത് അവസാനിച്ചില്ലോ വെച്ചിട്ട് നിർത്തിയതാ. പഴുത്തിട്ടില്ലല്ലോ. അല്ല ഞാൻ പഴുത്തിട്ടില്ലെന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്നു പഴുത്തിട്ടുണ്ടെന്ന്. കണ്ട വെള്ള കണ്ട പഴുത്തിട്ടില്ലേ, വെള്ള കളർ കണ്ട. അപ്പോൾ ഉള്ളത് വെച്ച് പയറ്റിക്കുക. കണ്ട അത്യുന്നതകളിൽ ദൈവത്തിന് സ്തുതി.
എൻ്റെ കൈ കടിച്ചതായിരുന്നു. ഇതിപ്പോ ഇനി കുഞ്ഞൂറിലിരിക്കുമ്പോ ഞാൻ വലിയ ആ അത് മതി അത് മതി ചേട്ടനെ ചക്ക വെട്ടിട്ട് മതിയായി. മതിയായി എനിക്ക് കൈ കടിച്ചു എൻ്റെ. അപ്പൊ സ്റ്റോപ്പ്. ചക്കയൊക്കെ ചുള പറിച്ചു നമ്മളെ നിരാശരാക്കിക്കൊണ്ട് ദേ ഇത്ര ചക്കയുള്ളൂ. ഞങ്ങൾ കാലത്തിന് എവിടേക്ക് പോകുന്ന വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ കാലത്തിലൊന്നും കൊള്ളില്ല എന്ന് ചോദിച്ചിട്ടേ, ഇതിപ്പോൾ ഈ കാലത്തിൻ്റെ തന്നെ പകുതിയുള്ളൂ. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ വേവിച്ച് വെക്കുന്നു. ബാക്കി പണിയൊക്കെ നാളെ. ഈ നേരമായില്ലേ, ഇരുട്ടായി. മതിയല്ലേ ചേട്ടാ? മുങ്ങി നിക്കണ്ടത്. വേണ്ട, തീ കത്തിച്ചു തുടങ്ങി. അല്ല ചേട്ടൻ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ എത്ര വെള്ളം ഒഴിക്കേണ്ടത്, മുഴുവൻ പറ്റിക്കാൻ നിൽക്കണ്ടേന്ന്. അപ്പോൾ അല്ല ചേട്ടൻ കാണിച്ചു തരാം വിറക്. ആ വിറക് മുഴുവൻ കത്തിക്കാനുള്ളതാണ്. അത് കത്തിക്കണ്ടേ, കത്തിച്ച് കഴിക്കണ്ടേ? ഒന്ന് കാണിച്ചു കൊടുത്തു ചേട്ടാ വിറകുകളുടെ ശേഖരം. അപ്പം നീ തിളച്ച് വേവിച്ച് ചൂടാറട്ടെ, നമുക്ക് പോകാം. അപ്പം അപ്പം നമുക്ക് നാളെ കാലത്ത് കാണാം. ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് പോന്നിട്ടേ പിന്നെ ഇന്ന് രാവിലെ വീണ്ടും അങ്ങോട്ട് പോവാണ്. അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ചേട്ടൻ? മിക്സിയിൽ അടിച്ച് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്സിയിൽ അടിച്ച് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെന്നിട്ട് അടിക്കാം. എന്തായാലും നമ്മൾ കാലത്ത് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചായ കുടിച്ചിട്ടുള്ളൂ കേട്ടോ, കുളിച്ചിട്ടൊന്നുമില്ല. പല്ല് തേച്ചൊരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. വേഗം തീർക്കണം, കാരണം അല്ലെങ്കിൽ ചേട്ടന് ഉച്ച തൊട്ട് പണിയുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും തീർക്കണേ. മത്തങ്ങ ഉണ്ടാവുന്നുണ്ടല്ലേ ചേട്ടൻ്റെ അവിടെ? ഇപ്രാവശ്യം നട്ടേമ ഉണ്ടാവുന്നുണ്ട് മത്തങ്ങ. അത് രണ്ട് ടൈപ്പും ഉണ്ടാവുന്നുണ്ടേ, ആൺപൂവും പെൺപൂവും ഉണ്ടാവുന്നുണ്ട്. മത്തങ്ങ വലുതാവും. കുടംപുളിയ നോക്കിയേ, ഞാൻ വെച്ച കുടംപുളിയെ മരം അത്. അല്ല ചേട്ടാ ഞങ്ങൾ വന്നു. 7 മണി എന്ന് പറഞ്ഞാലും 8 മണി ആയിട്ടുള്ളൂ, 1 മണിക്കൂർ വൈകിട്ടുള്ളൂ. സമയത്തിൽ വളരെ കൃത്യനിഷ്ഠത ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. 7 മണി എന്ന് പറഞ്ഞാൽ ഒരു 10 മണി 11 മണിയെങ്കിലും ആവാണ്ട് ഇവിടെ എത്താറ്. മിക്സിയിലെ ഒക്കെ അടിച്ചു വെച്ചാ എങ്ങാനും നേരത്തിന് അറിയാമല്ലോ ചേട്ടൻ എത്തില്ല, എന്നാലും ഇനി എങ്ങാനും നേരത്തിന് എത്തിയാലോ ഒന്ന് വിചാരിച്ചിട്ടേ നേരത്തോടെ തന്നെ അതൊക്കെ മിക്സിയിൽ അടിച്ച് വെച്ചു. ജഗ്ഗുണ്ട്, ജഗ്ഗു ഷൂട്ട് ചെയ്യണേ. ജഗ്ഗുവിന് എല്ലാ ദിവസവും 8 മണിക്ക് ഇവിടെ നിന്ന് നട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ട്. അത് ഇന്നും തെറ്റിയിട്ടില്ല. എങ്ങാനും ജഗ്ഗു കുടിക്കാനായിട്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ അല്ല ചേട്ടൻ്റെ ഒരു കോള് വരും അവിടേക്ക്. ജഗ്ഗു അപ്പോൾ പാഞ്ഞു പോണ് കാണാം. ഇത് കഴിച്ച് വലിയ സൈസ് ആവുന്നല്ല. തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കരിക്കിട്ട് തരാം, എന്നിട്ട് തുടങ്ങാം നമുക്ക്. വേണ്ട, കാലത്ത് തന്നെ വേണ്ട കരിക്ക്. വേണ്ട, കരിക്കിപ്പോ തണുപ്പുള്ളപ്പോഴല്ലേ കഴിക്കാൻ സുഖം. അല്ല ചൂടായിട്ടിരിക്കുമ്പോഴല്ലേ, അന്തരീക്ഷം ചൂടായിട്ടിരിക്കുമ്പോഴല്ലേ. ചൂടാകുമ്പോ കരിക്കും ചൂടാവില്ലോ. വെറും വയറ്റില് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് മാറാൻ പറ്റുമോ? 5 മിനിറ്റ് ഒന്ന് എന്തായാലും 5 മിനിറ്റ് ആവും അത് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക്. രണ്ട് സ്ട്രോ എടുക്കട്ടെ. ഞങ്ങളുടെ കരിക്ക് വിടുന്ന സാധാ ചേച്ചി താങ്ക് യു. ഞങ്ങൾ ചായ കുടിച്ച് അപ്പന്നെ പോന്നെ. ചായ അല്ല, കാപ്പി. അണ്ണ വന്നതുകൊണ്ട് വെടുപ്പാക്കല് ഫ്രണ്ടില്. വൃത്തിയാക്കാനേ ഒന്നുമില്ല. നിനക്ക് കണ്ണാണില്ലേ? കണ്ണാട വെച്ചിട്ടില്ലേ? ആ ഉണ്ടാ. ഇത്ര കണ്ണാണുണ്ടായ എനിക്ക് കാണാല്ലേ, എനിക്ക് തോന്നുന്നില്ല. അടിപൊളി സാധനമാണത്. ചള്ള് നല്ല തിന്നാൻ രസാ, പക്ഷെ ഇത്തിരി കൂടി കട്ടിയാവണേന്റെയാണ് വെള്ള രസം. ഇത്തിരി കൂടി മധുരം ഉണ്ടാവില്ല, ഇത്തിരി കൂടി ഒരു തരിപ്പൊക്കെ ഉണ്ടാവും. പേടിയില്ലേ നിനക്ക്? ജഗു സാരിതേക്കാളും ഉയരം വെച്ചുട്ടാ. നോക്കിയേ, 1-2 പേരൊപ്പം നിന്നേ. അത് കൊറേ നാളായല്ലോ. അല്ല നിക്ക്, ജഗു എന്നെക്കാളും ഹൈറ്റ് ആയിട്ട് നിക്ക്. ഇല്ല ജഗു വേണമെങ്കിൽ വാ തരൂ. തീയോ തീൻ്റെ ഞാൻ വെടുപ്പാക്കാം. എൻ്റെ അടുത്ത് ഒരെണ്ണം ചേർന്ന് വന്നേട്ടാ. ആ സ്മരണ ഉണ്ടാവണം. അയ്യോ എൻ്റെ ഒരു രസം അല്ലേ, അതിലത്തെ രസം. ഞാൻ അതൊന്നും നോക്കിയിട്ടല്ല തരുന്നത്. അപ്പോൾ അടിപൊളി. ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോവാം. നമ്മൾ വേവിച്ച് മിക്സിയിലടിച്ച ചക്ക
തീ കത്തിക്കൽ നമ്മള് വൈകുന്നേരം ആണ് സാധാരണ ചക്ക വരട്ടൽ തുടങ്ങാറ് അല്ലേ? നല്ല തിളയിലേക്ക് വന്നു തുടങ്ങി. അയ്യോ പൊട്ടിത്തെറിച്ച് തുടങ്ങിയ അല്ല, ഞാൻ ഇളക്കിയപ്പോ കുറച്ച് പുറത്തേക്ക് പോയി. അത് പുതിയൊരു സംഭവം. ആവേശം കൂടിയതാ. രാവിലെ തന്നെ നിങ്ങൾ ആളുകളെ കൊതിപ്പിക്കാൻ ഇറങ്ങിയ കാണുമെന്ന് ചോദിക്കും ആൾക്കാർ. ചക്ക വരട്ടിയത് പിന്നെ വിദേശത്തുള്ളവരുടെയും കയ്യിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും, നാട്ടിൽ വരുമ്പോ കൊണ്ടുപോയിട്ട് അല്ലേ? അതിനോട് താല്പര്യമുള്ളവരുണ്ടാക്കി കൊടുത്തു വിട്ടു. വീട്ടിൽ അമ്മമാര് ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. വീട്ടില് ഉണ്ടാക്കി കൊടുത്തു. ഇതും അവിടെ കിട്ടില്ലേ നോക്കി. അല്ല, വാങ്ങിക്കാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല വാങ്ങിക്കണേന്. നല്ല തിളയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യ് ചേർക്കണ്ടേ? അതൊക്കെ സമയമാവണല്ലോ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞത് ഭംഗി. നാളികേരം പാല് ചേർക്കണ്ടേ? നാളികേരം പാല് ചേർക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ദിവസം ഇരിക്കേ. എങ്ങനെ ഇരിക്കണ്? കുറച്ച് ദിവസം ഇരിക്കുന്നു, ഇതേപോലെ ഇരിക്കുന്നു പറഞ്ഞത്. ഇതിരിക്കുന്നല്ല, ഇതിന് മുഖത്ത് പുറത്തുണ്ടല്ലോ കൊതുകുത്തിയതാണ്. എല്ലാ അതെന്താന്നറിയില്ല. അത് ഈ ചട്ടകം കൊണ്ട് തിളക്കാത്ത കാരണമാണ് കുരുക്കൾ വരുന്നത്. നീ ആവി കൊണ്ടൊക്കെ നാളെ കാട്ടിയാൽ മതി. അവിടെ ഞാൻ ഇന്നലെ അലുവിക്ക് ഇളക്കിയപ്പോ പൊട്ടി തെറിച്ചാണെന്ന് പറയാം. അതല്ല, ആവി കൊണ്ട് കഴിഞ്ഞാൽ കുരുക്കളൊക്കെ പോവും. ആവി ചികിത്സ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇത് പൊട്ടിത്തെറി തുടങ്ങിയിട്ടാ അല്ല ചേട്ടാ? സർവ്വസന്നാഹായിട്ട് വന്നു. അല്ല, കൈമിലത്തെ സാധനം കണ്ട? ഫുൾ സ്ലീവ് ബനിയനും. എന്താ നിന്റെ മേതി അല്ല തെറിച്ചാ? തെറിക്കല്ല, എവിടെ നിന്നോ ചൊറിയാമ്പുഴുകൾ ഇറങ്ങുന്നുണ്ടല്ലേ ചേട്ടാ? കുഞ്ഞെ ചൊറിയാമ്പുഴുവിന്റെ കുട്ടികള് നൂലും ഇറങ്ങുന്നുണ്ട്. ഇതാണ്ട തെറിക്കണേണ്ട. എൻ്റെ അമ്മ, എൻ്റെ മേതി തെറിക്കണേണ്ട. അതിന്റെ തന്മാത്രകൾ തമ്മിലുള്ള പിടുത്തം ശരിയായിട്ടില്ല. ശർക്കര നീര് ഇപ്പൊ കൊണ്ടൊഴിക്കും. ചേച്ചി അവിടെ ഉരുക്കുണ്ട് അടുക്കളയില്. ചേച്ചി കൊണ്ടേ തന്മാത്ര കൊണ്ടിരുന്നു. ഒഴിച്ചോ? ശർക്കര നീര് കൊണ്ടിരുന്നു കേട്ടോ. ശർക്കര നീര് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തളക്കല് നിൽക്കും. സരിചരയിൽ കൊടുക്ക്. ഞാൻ ഒഴിക്കാം. വേറെ തുണി ഉണ്ട്. ഇതെന്താ ശർക്കര നീര് ഒഴിക്കണ്ട്? ഒരു ഉദ്ദേശ അളവ് അല്ലേ? കുറച്ച് ഉരുക്കിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മളിവിടെ പൊടി കൊണ്ട് വെച്ചിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നേരെ ഇട്ട് കൊടുക്കാം. വരട്ടിയാണ്ട് വരണം. കണ്ട സാധനം ചുരുങ്ങി തുടങ്ങിട്ടാ. നെയ്യ് കൊണ്ടിരുന്നു. നെയ്യ് കൈമാറുന്നു. ബാറ്റൻ കൈമാറുന്നു. നോക്കിയിട്ട് നെയ്യിലെ പാത്രം ഇവിടെ ഉണ്ടാക്കണം. നെയ്യ് തന്നെ. നെയ്യ് ഒഴിക്കുന്നു. എന്തോരം ഒഴിക്കണം? അല്ല, നെയ്യ് മാത്രമുള്ള ഇരിക്കട്ടാ, വേറെ ഒന്നും ഇല്ലേട്ടാ. അല്ല, ഒരു എണ്ണമെഴുക്കിന് നെയ്യ് മാത്രമല്ലോ എന്ന് പറയണേ. നാളികേരം പാലുണ്ടാവില്ലോ. അതന്നെ, നാളികേരം പാലിന്റെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. ചെറുേട്ടനെ കണ്ടില്ലല്ലോ ഇങ്ങട്. ചെറുേട്ടൻ അവിടെ പറമ്പിലുണ്ടായിരുന്നു, പണിയെടുക്കണ്ടായിരുന്നു. മധുരമുള്ള സാധനമായ കാരണം ഉഷാറില്ലാണ്ടാന്ന് തോന്നുന്നുണ്ട് കളി. ഇനി സഞ്ജു ആണെങ്കിൽ ഇന്നലെ പോയി. ഇനി അതിന്റെ വിഷമാവോ? ഭീകരാവസ്ഥക്ക് കുറച്ചൊരു ശമനം വന്നിട്ടുണ്ട് കേട്ടാ. ഇനി അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കാൻ ഇത് എന്തൊരു ബാറ്റൻ കൈമാറുന്നു, ചട്ടകം കൈമാറുന്നു. ഇതെന്ത് മാരത്തോൺ ഓട്ടാണോ ഇവിടെ? എന്തിട്ടാണ് ഈ മാരത്തോൺ ഓട്ടത്തിൽ കൈമാറുന്ന സാധനം? എന്തിട്ടാ ബാറ്റൺ എന്ന് പറയണത്? ബാറ്റൻ റിലേയിലല്ലേ? അത് ആ സാധനത്തിനല്ലേ? അപ്പൊ 4 പേരാണല്ലോ പങ്കെടുക്കുക. അതെ. അപ്പൊ കറക്റ്റ് അത് 4 പേര് ഓരോരുത്തർ പരസ്പരം ടച്ച് ചെയ്തു എന്നുള്ള ഒരു ഇത് വരണ്ടേ? അത് സാധനത്തിന് പറയണല്ലേ ബാറ്റൻ കൈമാറുന്നു. അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിതത്തിനുള്ളിലും വാങ്ങിക്കണം. കയ്യിൽ നിന്ന് വീണ കഴിഞ്ഞു. അതിന് പല നിയമങ്ങൾ കുറെ ഉണ്ട്. ആ 100 മീറ്റർ കഴിയുമ്പോൾ 4x100 ഉണ്ട്, 4x400 ഉണ്ട്, 200 ഇല്ല. അപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ അത് ഇത്ര മീറ്ററിന് ശേഷം, അതായത് കറക്റ്റ് 100 മീറ്റർ കഴിഞ്ഞിട്ട് ഇത്ര മീറ്ററിനുള്ളിൽ കൊടുക്കണമെന്നുണ്ട്. കുറേ നിയമങ്ങളുണ്ട്. നിന്നില്ലേ തളക്കില് പൊട്ടിത്തെറി നിന്നെങ്കിൽ ഞാൻ അളക്കാൻ ഇത്തിരി തരാം. അല്ല ചേട്ടാ, കുറേ നേരം പാവം കുമ്പിട്ട് അളക്കണം. അതേ മുഖത്തേക്ക് വരികയാണല്ലോ ചേട്ടൻ്റെ വരെ മുഖത്തേക്കൊക്കെ തെറിച്ചോടന്തേ. അപ്പം നമുക്ക് അടുത്തേക്ക് വരാൻ പേടിയിട്ട് ഞങ്ങളൊക്കെ മാറിപ്പോയി. കണ്ണാടയം വലിക്കാന്ന്
ഹെൽമെറ്റ് വെച്ചാലോ എന്ന് വരെ വിചാരിച്ചു. അല്ല ഇതിന് ശരിക്കും അതന്നെ നല്ലത് കേട്ടോ, ഏറ്റവും നല്ലത് ഹെൽമെറ്റ്. ഇപ്പോൾ കൈ പിന്നെ ആൾക്കാരെ കൈമ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതും നന്നായി. ആൾക്കൊക്കെ കുറേ ഇത് വരട്ടാണ്ടെങ്കിൽ ഒരു ഇതുപോലെ ഒരു അടുപ്പുണ്ടാക്കി പുറത്ത് ചെയ്യാൻ നല്ലത്. അടുക്കളയിലൊക്കെ ചെയ്ത അടുക്കള പിന്നെ ഒന്നിന് 2 ദിവസം പണിയുണ്ടാവും വെടുപ്പാക്കല്. ഞങ്ങൾക്ക് ആദ്യം അതന്നെയില്ലായിരുന്നു, അടുക്കളയിലല്ലായിരുന്നു. ആ ചെറിയേട്ടനെ കണ്ടില്ലല്ലോ എന്ന് നമ്മളിതേ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടുള്ള ചെറിയേട്ടൻ എത്തി. ലൈഫ് സ്റ്റൈലിലാണ് ആള് വന്നേക്കണേ. പറഞ്ഞു പോവാ. ഞാൻ വിചാരിച്ചേ മധുരമുള്ള സാധനമാണല്ലോ, അതാവും ചെറിയേട്ടൻ വരാത്ത. ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാവും വരാൻ. ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്, കാണിച്ചു തരാട്ടാ. അല്ല ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ മ്യാൻമറില് ഭൂകമ്പത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായി 2 ദിവസം മുന്നേ. അവിടെ ഒരു അത്യാഹിതം എന്ന് പറഞ്ഞില്ല, അത് കാണിച്ചു തരാം. ഇപ്പം എന്നെ കാണിച്ചു തരാം. രസമുണ്ടാവുള്ളൂ. ഒരു 3-4 ദിവസം മുന്നൊരു നല്ല ഇടിവെട്ടും മഴയും ഉണ്ടായേ. ആ സമയത്താണ് ബാക്കിൽ നിന്ന് ഒരു വലിയൊരു ശബ്ദം കേട്ടിട്ട് പിന്നെ ചെന്ന് നോക്കിയപ്പോഴാണ് അത് കാണുന്നത്. അല്ലെങ്കിൽ പണി എന്നും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പറമ്പ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മത്തങ്ങയാണ് ഇപ്പം ഇഷ്ടം പോലെ ഉള്ളത്. ഇതേ കണ്ട ഇവിടെ വീടിൻ്റെ ബാക്കിലേക്കാണ്, ഏറ്റവും ബാക്കിലേക്ക് എത്തി. നമ്മൾ ഈ ചെറുനാരങ്ങ പൊട്ടിക്കാനൊക്കെ വരില്ലേ, ഏറ്റവും ബാക്കിലേക്കാണല്ലോ ചേട്ടൻ്റെ. കണ്ട അപ്പോൾ ഈ മതിൽ കാണിച്ചോ, ചെറിയ അടുത്ത് മതിൽ. ഈ മതിലിങ്ങനെ നമ്മുടെ അതിർത്തിയിലുള്ള മതിലത്. ഷാൻചാട്ടൻ്റെ വീട് ഇവിടെ, ചെറിയേട്ടൻ്റെ വീട് ഇവിടെ, അല്ലഞ്ചേട്ടൻ്റെ വീട്. അതിൻ്റെ അതിർത്തി കൂടെ പോകണം. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ തോടാണ്. കണ്ട അത് അതിലത്തെ കറക്റ്റ് അല്ലഞ്ചേട്ടൻ്റെ ഭാഗത്തുള്ള മതിലാണ് ഈ അങ്ങനെ തന്നെ വീണത് ആ മഴയത്ത്. കിടക്കണ കണ്ട ദൂരം വരെ നടക്കാൻ പറ്റില്ല. ഒരു ചുരുങ്ങിയത് ഒരു 1 ലക്ഷം രൂപ നിൽക്കാവത്. അതുപോലെ ഇവിടെ ചവിട്ടിയാ അങ്ങോട്ട് പോവോ? ചവിട്ടണ്ട. ഇത് ഭീകരാവസ്ഥ കണ്ട, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. മതില് സരിത നിൽക്കണേൻ്റെ അവിടെ ഒരു ചെരിവ് ഇട്ടിട്ട് ഇത് കണ്ട ചെറിയേട്ടൻ നിൽക്കണേ. അപ്പോൾ ഇവിടെ ഇനി കെട്ടാനായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴേ ചെറിയേട്ടൻ ഇതൊക്കെ പൊളിച്ചിട്ട് ചെറിയേട്ടൻ്റെ അതിർത്തി അറ്റം വരയ്ക്കും ഇങ്ങനെ ഇത്തിരി ഒരു ചെരിവുണ്ട്. ഇത് പൊളിച്ച് പണിയുണ്ട്. അല്ലെങ്കിൽ ഇതിനി കെട്ടി വരുമ്പോൾ ചിലപ്പോൾ അതാവും പിന്നെ ഇനി വീഴാം. അവിടെ പക്ഷെ വിള്ളലില്ല. ഇവിടെയാണ് ഭയങ്കര വിള്ളലുണ്ടായിരുന്നു. ഇവിടെ മണ്ണ് ഇരുന്നു തോന്നുന്നു. അത് കാരണം അവിടെ ഇത്ര ഹൈറ്റിൽ കെട്ടിയേക്കണ ഫൗണ്ടേഷൻ കെട്ടിയേക്കണ കരിങ്കല്ലടക്കാണ് പൊളിഞ്ഞു പോയേക്കണേ. കരിങ്കല്ലൊക്കെ പൊളിഞ്ഞു കിടക്കും. ഇതൊക്കെ മാറ്റി നല്ല പണിയുണ്ട്. ആ സമയത്ത് അവിടെ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യം. ഈ പാടത്ത് പിള്ളേർ വരും. പിന്നെ നമ്മുടെ രവിയേട്ടൻ്റെ ഇവിടുത്തെ ഗിരിചേച്ചിയുണ്ട്. ഗിരിചേച്ചിക്ക് 3-4 പശുക്കളെയൊക്കെ തീറ്റാൻ കൊണ്ടുവരലും തീറ്റൽ കഴിഞ്ഞിട്ട് ആൾ കൊണ്ടുപോലൊക്കെ ഇതിൽ കൂടെ നടന്നിട്ടാണേ. ഇതിൽ വെള്ളമില്ലാത്ത കാരണം അങ്ങനെയൊന്നും ആ സമയത്തൊന്നും ഇടിഞ്ഞു വീഴാനൊരു ഭാഗ്യം. നമുക്ക് വീണ്ടും ചക്കവരട്ടലിലേക്ക് തന്നെ കിടക്കാം. ചെറിയേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്നേക്കാം ചെറിയേട്ടൻ. എന്നിട്ട് ബീട്രൂട്ടാണോ? നമ്മുടേതായ ഒരു സാധനങ്ങളാണ്. നിങ്ങൾ അലുപത്തിനു പറഞ്ഞ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ. പുഡിംഗ് ആണോ? പുഡിംഗ് ജ്യൂസ് പോലെ ആവും. പക്ഷെ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാന്ന് തോന്നുന്നു. മധുരം ഉണ്ടാവില്ല. എൻ്റെ കയ്യിലിത്തിരിട്ടെ, ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ടോന്ന്. ഭയങ്കര തണുപ്പ്. മുന്തിരി ഉണ്ട്. കുഴപ്പമില്ല, വളരെ പോഷക സമ്പുഷ്ടമായിരിക്കും. മധുരം ആവശ്യത്തിനുണ്ട്. ഇതുപോലെ ഇത്തിരി പുളിയുണ്ട്, മത്തങ്ങയുടെ കുരുണ്ട്, മത്തങ്ങയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ബീട്രൂട്ട്, ഉണക്കമുന്തിരി, പിന്നെ എന്തിട്ട് അണ്ടിപ്പരിപ്പാ, പപ്പായ ഉണ്ടോ? അതെ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. മത്തങ്ങയുടെ കുരു കടിക്കുന്നുണ്ട്. സൂപ്പർ സാധനമല്ലോ. നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ് ലെവലായിട്ടപ്പോ കൂടി അണ്ടിപ്പരിപ്പ്. അത് എത്ര കൂടിയാലും കുഴപ്പമില്ല. നല്ല രസമുണ്ട്. മധുരം എന്ന് പറയുന്നത് സാധനമേ വേണ്ട. അല്ല ചേട്ടൻ സീമ ചേച്ചിനെ കൊണ്ട് ഇളക്കിപ്പിക്കുക. അങ്ങനെയെങ്കിലും ഒന്ന് ചേച്ചീനെ ഒന്ന് ആൾക്കാർ കാണട്ടെ എന്ന്. ചേച്ചി ഇതിലേക്ക് വരാണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലോ. ഇവിടെ പൊതുജന പങ്കാളിത്തം ഉണ്ടാവണല്ലോ. അടുത്ത കല്യാണങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വർണ്ണ പർച്ചേസ് അടുത്തുണ്ടാവില്ല ചേച്ചിയെ.
ചേച്ചി കുറച്ച് ഡിസൈനുകളൊക്കെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അല്ലജേട്ടൻ്റെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ പങ്കാളിത്തില്ലാണ്ടിരുന്നു ചേട്ടൻ്റെ ചേട്ടാ. ഞാണ്ട് ഞാനിപ്പോ ഷൂട്ട് ചെയ്യല്ലേ. അത് വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, ചേട്ടൻ ഇങ്ങോട്ട് പോന്നോ എടുത്താ. ആ എനിക്ക് ഇളക്കാൻ മടിയൊന്നുമില്ല, നെയ്യാണ്ട് പുറത്തേക്കാണ്ട് ചാടണില്ല അല്ലേ. ഇനി വലിയ ശക്തിയിൽ ഇളക്കേണ്ട ആവശ്യമില്ല. കണ്ട അടിയിലാക്കണം സെന്ററിലേ, അല്ല ഞാൻ അടിയിൽ അപ്പം പിടിക്കും. ഏലക്കായ പൊടി ഇടുന്നു. ഏലക്കായ പൊടി ചൂട് നിറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കുഴപ്പമൊന്നുമില്ല. ഇത് മതിയാ. ഇതുകൊണ്ട് കൂടിയിട്ടോ അല്ല മണമൊന്നും ഉണ്ടാവില്ല. മതി. ഞങ്ങളിത് ഇറക്കാൻ പോവാട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ പിന്നെ നമുക്കിത് കുറെ കൊല്ലത്തേക്ക് എടുത്തേക്കാനുള്ള ഒന്നല്ലല്ലോ, ഭയങ്കര ടൈറ്റ് ആയിട്ട് വെള്ളം മുഴുവൻ പറ്റി. ഇതിപ്പോ ഇന്ന് തന്നെ കഴിയും. അടിപൊളി ടേസ്റ്റാ. അത്യാവശ്യമൊക്കെ ഇതായിട്ടുണ്ട്. ഇറക്കിക്കോ. ഇറക്കാൻ പോവാ. ഇനി കിണ്ണത്തിലേക്ക് പടർത്താൻ പോകണം. പകർത്താൻ ഓ പടർത്തേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ മത്തങ്ങ കാണിച്ചു തരാം കേട്ടാ. മത്തങ്ങ ഉണ്ടാവണത് മുഴുവൻ നാശായി പോയി പല്ല് ചേട്ടനെ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഒക്കെ വലിച്ചു കളയാൻ പോവാന്ന് പറഞ്ഞു. വലിച്ചു കളയാൻ പോവാന്ന് പറഞ്ഞിട്ട് 4 തെറിയും പറഞ്ഞു. പിന്നെ ദേ മത്തങ്ങ അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ട്. കാണിച്ചു തരാം. അത് പരത്താം. ചേട്ടാ കോരിട്ടോ അവസാനം പരത്താം. മതി വാളിലോണ്ട് ഇത്തിരി ഇടാൻ തോന്നുന്നു അതില്. അതേ ചൂട് പിടിക്കാൻ പറ്റണ്ടേ കൈകൊണ്ട്. ഒരു കണ്ണ മണി വേണം. ഇവിടെ ഉണ്ട് നിലത്ത് വെച്ചിട്ട് ആക്കിയാൽ മതിയല്ലേ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാൻ പറ്റും. ഒരു പൊട്ടിനിക്കുന്ന കൈ കൊണ്ട് 2-3 കയ്യിൽ കോരി തിന്നല്ലോ നേരത്തെ ചേട്ടനേ. ആ അണ്ടിപ്പരിപ്പ് മാത്രമുള്ള ഭാഗങ്ങൾ കോരി തിന്നായിരുന്നു. കണ്ടിപ്പരിപ്പ് ഭയങ്കര ക്ഷാമുണ്ട്, നെയ്യും ക്ഷാമുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്നുവെച്ചാൽ നെയ്യിലിട്ടിട്ട് വറുത്തുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയല്ലോ അണ്ടിപ്പരിപ്പ്. ആ നെയ്യിലിട്ട് വരട്ടിയത് മാത്രല്ല, പിന്നെ ഇതിലും കൂടി കിടന്നപ്പോഴേ ആ ചക്കയുടെ ഫ്ലേവറും കൂടി പിടിച്ചപ്പോ അതിൽ കിടന്നോട്ടെ. ഏത് അയ്യോ രണ്ടിപ്പരിപ്പ് പോയി പുറത്തേക്ക്. രസം അതന്നെ. അപ്പോൾ ഇനി മത്തങ്ങേര അവിടേക്ക് ഇത് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യുള്ളൂ. അത് പഠിച്ചു. ശരി പഠിക്കാൻ പോ. പണ്ട് കാലത്ത് ബന്ധു വീടുകളിലേക്കൊക്കെ ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകും. വയറ് കാണാൻ ചക്ക വരട്ടിയതാ. വയറ് കാണാൻ പോണേന് കൊണ്ടുപോകും. അല്ല ചക്ക പറ്റിയതല്ല, അലുവൊക്കെ പറ്റിയത്. അവസാനം ഈ അവർക്കുള്ളതാണ് മെയിനായിട്ട് ആക്കുക. അവസാനം ഇങ്ങനെ ഈ ഉരുളിമൊക്കെ ഇടുന്ന് ചരണ്ടി എടുക്കും നമ്മൾ. അത്ര ഭംഗിയിലൊന്നും ആക്കാനൊന്നും ഇല്ല കേട്ടോ. അല്ല ഇതിപ്പോൾ നാളികേരം പാലും കൂടിയും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നെയ്യിൽ കിടന്ന് തിളച്ചുണ്ടാവും. അതിൻ്റെ എണ്ണ അല്ലേ. ചക്ക വരട്ടിനെ പറ്റിയിട്ട് പറയാനില്ലല്ലോ, അടിപൊളി സാധനം. ഉരുളി വരണ്ടി തിന്നുന്നു. അത് മത്തങ്ങയാണ് കേട്ടോ, അവിടുത്തെ മത്തങ്ങയാണ്. വാ ഇവരിവിടെ വരണ്ടി തിന്നട്ടെ. മത്തങ്ങ ഒരെണ്ണം അവിടെ ഇതുണ്ട്. ഇതുമ്പോൾ നിറയെ മത്തങ്ങ. അതെ നോക്കിക്കോ, മത്തങ്ങ രണ്ടാ എന്തിനാ കടാ. ആദ്യമായിട്ട് അങ്ങനെ ഞണ്ട് കിടക്കുന്നത് കാണുന്നത്. ഡാർക്ക് പച്ച, ഒരു നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളത് അല്ലേ, തിളങ്ങോട് കിടന്നിട്ട്. ശരിയാ. ഇതിന്റെ ഇലക്കും പ്രത്യേകതയുണ്ട്, ഇലമേലും ഡിസൈൻ ഉണ്ട്. വേറെ ടൈപ്പ് മത്തങ്ങയാന്നോ. നടന്നുള്ളൂ. അതെ ആൺപൂവ് ഉണ്ടായോടൊന്നില്ല. മാത്രം തന്നെ സോൾവ് ചെയ്യാൻ ഒരു പച്ചമുളക് കഴിച്ചിരുന്നാലോ. അയ്യോ ഇത്തിരി പുറം കൊടുത്താലേ തനി അതിന്റെ ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടാവുന്നു. മത്തങ്ങ പ്രളയായിരിക്കില്ല. മത്തങ്ങ ഇവിടെ ചെലവാണ്ടിരിക്കില്ല ചെറുതായിട്ടുള്ളിടത്തോളം. ടേസ്റ്റിൽ മാറ്റണ്ട നമ്മുടെ നാടൻ മത്തങ്ങയിട്ട്. ഇത് ഇതൊരു ചള്ള് ഇതല്ല, പറമ്പ് മുഴുവൻ പടർന്നുള്ളിൽ ആള് അവിടെന്ന്. ചേച്ചി പറഞ്ഞത് തൊലി വരെ കളയണ്ടാന്നാ പറഞ്ഞത്. തൊലി കളയണ്ടാന്ന്. ഞങ്ങളിനി പോവാ, കുറച്ച് കഴിഞ്ഞിട്ട് വരും. ചൂടാറണല്ലോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അയ്യോ എനിക്ക് ഇത് വേണം ചേച്ചിയെ, കൂട്ടാൻ. ചേച്ചി എന്നോട് പറഞ്ഞു സരിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് ഇന്നിവിടെ വെച്ചേക്കണേന്ന്. അത് ഞാൻ എന്നിട്ട് ആലോചിക്കായിരുന്നു ഏതാന്ന്. കിട്ടണില്ല. അജുവിന് ഇഷ്ടമില്ലാത്തതും സരിതയ്ക്ക് ഇഷ്ടമുള്ളതും. ഇതിൻ്റെ അറിയോ, കടച്ചക്കുപ്പേരി. കടച്ചക്ക
എന്തായാലും ചോറിലിട്ട് പോകാൻ വിചാരിച്ചു. കൂട്ടാൻ കൊണ്ട് അങ്ങോട്ട് പോകണില്ലേ. എടുക്കണ ഇഷ്ടല്ലേ? കടച്ചക്ക ഇഷ്ടല്ലേ? സീസണായി സ്ഥിരം ഇതാ